ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ അമ്മച്ചി അടക്ക ഉണ്ടാക്കാണ്. നിങ്ങളോടൊക്കെ അട പണി കഴിഞ്ഞോ? നിങ്ങളോടൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഞാനിതവിടെ അടപ്പണിയിലാണ് കേട്ടോ. ഇന്ന് പെരുന്നാരാവല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇത് മുബാറക്. കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അടപ്പണിയൊക്കെ തുടങ്ങിയത്. ശരിയാക്കി കൊടുക്കാണ്. അപ്പോൾ അതാ ചക്കരൻ്റെ അടാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കണമെന്ന്. നാളത്തേക്കുള്ള ബീഫ് 2 കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ മോള് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി എപ്പോഴേലും പൊന്നോ നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പം ഞാൻ പണികളൊക്കെ കഴിക്കട്ടെ. അപ്പം ഇനി അടപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായ്സ്, ഇന്ന് ബലിപെരുന്നാളാണല്ലോ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അപ്പോൾ എങ്ങനെ എല്ലാവരും വീട്ടിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞാൽ? അപ്പോൾ ഞാനിതവിടെ ചോറിനൊക്കെ അരിയൊക്കെ കഴുകിയിട്ടാണ്. പിന്നെ എന്താ പറയുക, ഇന്ന് സാധാ ചോറാണ് കേട്ടോ. ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു കുട്ടികൾ. അപ്പോൾ സാധാ ചോറും ബീഫ് കറി, ബീഫ് പൊരിച്ചത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക കുട്ടികൾ അവിടെ ചായ കുടിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ആടെയും ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് മഴ പെയ്തെന്ന്. അങ്ങനെ ബീഫ് ഇന്നലെ തന്നെ വേവിച്ച് വെച്ചിട്ടാണ്. ഇപ്പോൾ പണിയൊന്നുമില്ല. അതിൽ ലേശം വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് കറിക്കുള്ളതും ഇത് പൊരിക്കാനുള്ളതാണ് കേട്ടോ. ബീഫിനെ കറി വെക്കണതും ബീഫിനെ പൊരിക്കണതും. ചോറിന് അരി കഴുകിയിട്ടാണ് കേട്ടോ ഞാനിവിടെ. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ സാധാ ഒരു ഫാന് കുപ്പായ എടുത്തിട്ടുള്ളൂ കേട്ടോ. നാദിർമോൻ്റെ ടീഷർട്ട് അടിപൊളിയാണല്ലേ. ഇപ്പോൾ ചക്കരടാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വലൈക്കും അസ്സലാം. ഹൈറു മുബാറക്ക്. സുഖാണ്. പൊന്നോ മുടി വെട്ടീന്ന്. മുടി വെട്ടിയിട്ട് മുടി തീരെ കനം കുറഞ്ഞിട്ടില്ലേ. എവിടക്ക് എവിടക്കാന്നില്ലേ? എന്താണ് മോളെ ഡ്രസ്സ്? മാറ്റിക്കാം, കവർ മാറ്റി. ഇതാണ് മോളെ ഡ്രസ്സ്. ഇക്കാക്കാൻ്റെ സാധനം വെക്കിൽ സ്റ്റേറ്റസ് ഇപ്പോൾ പിടിച്ച മറ്റ സാധനം ഞാൻ എനിക്ക് അങ്ങനത്തെ സൈസ് ചെയ്യണേ. എനിക്ക് അങ്ങനത്തെ സൈസ് എടുക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വട്ടല്ലേ രജിസ്റ്റർ ഇങ്ങനെ. അതല്ല മറ്റേ ഇങ്ങനെ ആക്കാം. ബിസ്മില്ല മോനെ.
ബിസ്മില്ലാ. ഒരാളെ പേര് പറഞ്ഞില്ലേ? ഇവിടെ അങ്ങനെ മഴ പെയ്തിട്ടില്ലല്ലേ? പണ്ടായി നല്ല മഴ പെയ്തിനെ. വലൈക്കും അസ്സലാം. ഹൈർ മുബാറക്. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. ആ ആ നിസ്കാരം കഴിയാനായില്ലേ മോളെ? ഉമ്മച്ചിക്ക് പയറുപ്പേരിടാനല്ലോ സാലഡിന് കട്ട് ചെയ്ത് വെച്ചു. തന്നെ നിസ്കാരം കഴിഞ്ഞ മൂത്ത ബീഫ് തന്നെ പൊരിച്ചിനെ. കേബേജ് ഉപ്പേരി പണിയിൽ കഴിഞ്ഞില്ലേ? പുതിയ കുക്കറിലാണ് ഇന്നലെ കറി വെച്ചത്. തന്നെ ആരും വന്നിട്ടില്ലല്ലേ? ഇപ്പൊക്കെ സമാധാനം ഉണ്ടേ? നല്ല ശ്വാസം മുട്ടണേ. നിസ്കാരം കഴിഞ്ഞിട്ടില്ലേ? തന്നെ മാൻ്റെ അടുത്ത് പോവാണ് കേട്ടാ. ഇതാ റാബിയ കുട്ടി. ഇങ്ങനെ വരെ ഒഴിവ് കിട്ടണ്ടേ? വയ്യാതെ കിടക്കല്ലേ ഞാൻ ഇന്നലെ. എന്നിട്ട് സെല്ലമൂത്തനോട് വന്ന ഞങ്ങളോടക്ക് വന്ന ഇന്നലെ മൊയിലാഞ്ചിട്ട് വേണ്ട കേക്കണം നിങ്ങള്. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ എപ്പോഴും പെണുങ്ങത് പെൺകല്ലാന്ന്. കുറച്ച് ദിവസമായി നമ്മളങ്ങോട്ട് വന്നിട്ട്. പിന്നെ നട്ടോടത്ത് കിട്ടൂലല്ലേ ഇയാളെ. ഇന്നലെ കുഞ്ഞാപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഓടടി ഉമ്മ ഓടെ. ഞാൻ പറഞ്ഞു ഉമ്മ പിന്നെ കാക്കാൻ്റെ കൂടെ നിൽക്കൂ, കുഞ്ഞുമാരോടെ പോവും. എൻ്റെ ഒത്ത കൗത്തി. എന്നിട്ട് ചോറിനാ വരുന്നില്ലേ? ആ വെറുതെ തിന്നേ. ഇത് ഞങ്ങളുടെ ഫാമിലി. എനിക്ക് കുറവായിന്.
ഇത് ഞങ്ങളെ മൂത്തൻ്റെ ബിരിയാണി ബിരിയാണി ബിരിയാണി. ബാത്റൂമിൽ കയറിന് മുളകച്ചാർ. വലൈക്കും അസ്സലാം. ഹൈർ മുബാറക്ക്. വലൈക്കും അസ്സലാം. ഈദ് മുബാറക്ക്. വലൈക്കും അസ്സലാം. നിസ്കാരം കഴിഞ്ഞ് ഇതെന്ത് ഇത്ര നേരം വൈകിന്? നീ ഭക്ഷണം കഴിച്ചാലോ? അതാ സിംഗമത്തെ വെള്ളം തെറിച്ചിട്ട് ആ സൂചി എടുത്തോണ്ടോ മോളെ? ഫ്രിഡ്ജിലുള്ള അല്ല സത്യമായിട്ട് ഇസ്തിരിപ്പെട്ടിമൊന്നായതല്ല. ഇതെങ്ങനെ? ആ എന്നാലും അവിടുന്ന് പോണ എവിടുന്നെങ്കിലും ആയിണ്ടാവും. എവിടെ ചാരിയിട്ടുണ്ടാവും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോട്ടെ. നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് സാദാ ചോറാണ്, പിന്നെ ബീഫ് പൊരിച്ചത്, ബീഫ് കറിയും, പിന്നെ തന്നാണ് കേട്ടോ മുളകച്ചാറ്, പയറ്, പപ്പടം, സാലഡ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം കാണാം.